നവംബർ 30 വിശുദ്ധ അന്ത്രയോസ് അപ്പസ്തോലൻ. മത്സ്യവ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഖനി തൊഴിലാളികൾ, കപ്പൽ നിർമ്മാതാക്കൾ, തളർവാദ രോഗികൾ എന്നിവരുടെ രക്ഷാധികാരി. ചെറുപ്പത്തിൽ അവനും സഹോദരൻ പീറ്ററും ഗലീലി കടലിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ചെയ്തു. യേശുവുമായുള്ള കണ്ടുമുട്ടലിനു മുൻപ് വിശുദ്ധ അന്ത്രയോസ് വിശുദ്ധ സ്നാപയോഹന്നാന്റെ ശിഷ്യനായിരുന്നുവെന്ന് ജോണിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു. അന്ത്രയോസും മറ്റൊരു ശിഷ്യനും മരുഭൂമിയിൽ യോഹന്നാൻ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നാപകൻ യേശുവിനെ ദൂരത്ത് കണ്ടു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പ്രവചനാത്മകമായി വിളിച്ചു പറഞ്ഞു. അന്ത്രയോസും മറ്റേ ശിഷ്യനും യേശുവിനോട് അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ, വരൂ, നിങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരെ അനുഗമിക്കാൻ ക്ഷണിച്ചു. അതിനുശേഷം അവർ ദിവസം മുഴുവൻ യേശുവിനോടൊപ്പം ചെലവഴിച്ചു. അതിനാൽ അപ്പസ്തോലന്മാരിൽ ആദ്യമായി വിളിക്കപ്പെടുകയും ആ വിളിയോട് പ്രതികരിക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ അന്ത്രയോസ്. ഇക്കാരണത്താൽ ഗ്രീക്ക് സഭ അന്ത്രയോസിനെ പ്രോട്ടോക്ലൈറ്റോസ് എന്ന് വിളിക്കുന്നു. അതിനർത്ഥം ആദ്യം വിളിക്കപ്പെട്ടവൻ എന്നാണ്. ഈ കണ്ടുമുട്ടലിന് തൊട്ടുപിന്നാലെ അന്ത്രയോസ് തൻ്റെ സഹോദരനായ പത്രോസിനെയും സ്വാഗതം ചെയ്തു. അവൻ പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തി. ഈ പ്രസ്താവന അന്ത്രയോസിൻ്റെ ആന്തരിക ആത്മീയ സംവേദനക്ഷമതയെക്കുറിച്ച് ധാരാളം പറയുന്നു. സ്നാപയോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ അന്ത്രയോസ് അവനെ അനുഗമിച്ചു. യോഹന്നാൻ അന്ത്രയോസിനെ യേശുവിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ത്രയോസ് ഉടനെ അവനെ അനുഗമിക്കുകയും അവനുമായി ഇടപഴകുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു ദിവസത്തിനുള്ളിൽ മിശിഹായാണെന്ന് വിശ്വസിക്കാൻ അന്ത്രയോസിനെ പ്രാപ്തമാക്കിയ അമാനുഷിക വെളിപാടിൻ്റെ ഒരു പ്രവൃത്തിയാണിത്. ഈ കണ്ടുപിടുത്തത്തിൽ തൻ്റെ സഹോദരനും പങ്കുചേരണമെന്ന് അവൻ ആഗ്രഹിച്ചുവെന്നത് ഈ കൃപ കവിഞ്ഞൊഴുകുന്നതായി കാണിക്കുന്നു. പത്രോസും അന്ത്രയോസും അക്കാലത്ത് ഗലീലി കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായ കഫർനാമിൽ താമസിച്ചിരുന്നതായി തോന്നുന്നു. സിനഗോഗിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ ജെയിംസിനോടും യോഹന്നാനോടുമൊപ്പം പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ പ്രവേശിച്ചു. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തി. കഫർനാമിലെ ആ വീട് പിന്നീട് ഗലീലിയിൽ ഉടനീളം യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രവർത്തന കേന്ദ്രമായി മാറി. ദേവാലയത്തിൻ്റെ നാശം പ്രവചിച്ചപ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് സ്വകാര്യമായി ചോദിച്ച അപ്പസ്തോലന്മാരിൽ അന്ത്രയോസും ഉൾപ്പെടുന്നു. വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടാണ് യേശു ഉത്തരം പറഞ്ഞത്. യോഹന്നാൻ 6-ാം അധ്യായം ആരംഭിക്കുന്നത് യേശുവിനെ ഗലീലി കടലിന് വടക്കുള്ള ഒരു പർവ്വതത്തിലേക്ക് ഒരു ജനക്കൂട്ടം പിന്തുടരുന്നതാണ്. എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുമെന്ന് യേശു ഫിലിപ്പിനോട് ചോദിക്കുന്നു. അന്ത്രയോസ് വിശ്വാസത്തിൻ്റെ തീപ്പൊരിയോടെ പ്രതികരിക്കുന്നു. ഇവിടെ 5 ബാർലിയപ്പവും 2 മീനുമുള്ള ഒരു ആൺകുട്ടിയുണ്ട്. 5 ബാർലിയപ്പവും 2 മത്സ്യവും ഉപയോഗപ്രദമാകുമെന്ന ചെറിയ പ്രതീക്ഷയോടെ ഒഴുകുന്ന ഈ ചെറിയ വിശ്വാസം അപ്പത്തിൻ്റെയും മത്സ്യങ്ങളുടെയും ഗുണനത്തിൻ്റെ അത്ഭുതം ചെയ്യാൻ യേശുവിന് മതിയെന്ന് തോന്നുന്നു. അന്ത്രയോസും ഫിലിപ്പും ഗ്രീക്കുകാരുടെ ഒരു അഭ്യർത്ഥനയ്ക്കായി യേശുവിനോട് മധ്യസ്ഥത വഹിക്കുന്നു. ഗ്രീക്കുകാർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ ഗ്രീക്ക് അറിയാവുന്ന ഫിലിപ്പും അന്ത്രയോസും ഈ അഭ്യർത്ഥന കർത്താവിനോട് സമർപ്പിക്കുകയായിരുന്നു. വിജാത്യർ ഉൾപ്പെടെയുള്ള ലോകത്തിന് ദൈവവചനം മധ്യസ്ഥമാക്കുന്നതിൽ അവരുടെ പങ്കിൻ്റെ മുൻരൂപമാണിത്. അന്ത്രയോസിന് ഗ്രീക്ക് ഭാഷയോടും സംസ്കാരത്തോടുമുള്ള പരിചിതത്വത്തിന് തെളിവാണിത്. പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ ഏതാനും തവണ മാത്രമേ അന്ത്രയോസിനെ പരാമർശിച്ചിട്ടുള്ളൂ. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ജെറുസലേമിൽ ചെന്ന് ഒരു വീടിൻ്റെ മാളികമുറിയിൽ പ്രവേശിച്ച് ഏകമനസ്സോടെ ചില സ്ത്രീകളോടും മറിയത്തോടും കൂടി പ്രാർത്ഥനയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചവരിൽ അന്ത്രയോസ് ഉണ്ടായിരുന്നുവെന്ന് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു. യേശുവും അവൻ്റെ സഹോദരന്മാരും യൂദാസിൻ്റെ പകരക്കാരനായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിൽ അന്ത്രയോസ് ഉൾപ്പെട്ടിരുന്നു. പെന്തക്കോസ്തിന് ശേഷമുള്ള അന്ത്രയോസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ പിൻകാല പാരമ്പര്യങ്ങൾ ഉയർന്നുവന്നു. ആ പാരമ്പര്യമനുസരിച്ച് അന്ത്രയോസ് ഇന്ന് യുക്രൈനിൻ്റെയും തെക്കൻ റഷ്യയുടെയും കസ്കാനിസ്ഥാനിൻ്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായ സിത്തിയയിലേക്ക് പോയി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കിയപ്പോൾ കോൺസ്റ്റന്റനോപ്പിൾ എന്നറിയപ്പെടുന്ന ബൈസാന്റിയത്തിൽ അദ്ദേഹം പള്ളി സ്ഥാപിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഐക്യം വെളിപ്പെടുത്തി
പത്രോസ് പടിഞ്ഞാറ് റോമിലെ സഭ സ്ഥാപിച്ചതും സഹോദരൻ കിഴക്ക് സഭ സ്ഥാപിച്ചതും പ്രാധാന്യമുള്ളതായി കണ്ടിട്ടുണ്ട്. ഏഷ്യ മൈനറിലും കരിങ്കടൽ പ്രദേശത്തും അന്ത്രയോസ് പ്രസംഗിച്ച മറ്റ് ഐതിഹ്യങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഗ്രീസിലെ പത്രോസ് നഗരത്തിൽ അവസാനിച്ചതായി പറയപ്പെടുന്നു. അവിടെ അദ്ദേഹം എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ പോലെ കുരിശിൽ മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് കരുതിയതിനാൽ തലകീഴായി ക്രൂശിക്കാൻ പത്രോസ് അഭ്യർത്ഥിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇതേ കാരണത്താൽ അന്ത്രയോസ് എക്സ് ആകൃതിയിലുള്ള കുരിശ് ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു.